ഹലോ നമസ്കാരം. ഫാർമേഴ്സ് ഫ്രണ്ട് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മെയ് മാസത്തിലെ കൃഷിരീതികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള വേനൽക്കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസമായെങ്കിലും ഇടവിട്ടുള്ള മഴകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നല്ല ഉണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം വാടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പം മെയ് മാസം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി തന്നെ നമുക്ക് ചില ഇടങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മഴ ലഭിച്ച തോട്ടങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം തന്നെയോ അല്ലെങ്കിൽ കുമ്മായം സൾഫറോട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കലക്കി ഒഴിക്കുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആദ്യം തന്നെ മണ്ണിൻ്റെ ഒരു pH മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം മഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം തന്നെയായിട്ടോ അല്ലെങ്കിൽ കുമ്മായം സൾഫറോട് മിക്സ് ചെയ്തോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം കുമ്മായം സൾഫറും കൂടെ മിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി അത്ര കറക്റ്റ് അല്ല. പക്ഷേ പ്രാക്ടിക്കലി നമ്മളിപ്പോൾ പല വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മിക്സിങ്ങിനെ കുറിച്ച് പറയുന്നത്. ബേസിക്കലി സൾഫർ എന്ന് പറയുന്നത് ഒരു അസിഡിക് സ്വഭാവമുള്ള ഒരു ന്യൂട്രിയൻ്റാണ്. അതുപോലെ കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലൈനാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചെറിയതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള എറേഴ്സ് ഉണ്ട്. പക്ഷേ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഒരു സൾഫർ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൾഫർ ഒരു ന്യൂട്രിയൻ്റാണ്, അതുപോലെ തന്നെ ഒരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ കുമ്മായ സൾഫറോടെ നമ്മൾ മിക്സ് ചെയ്ത് തോട്ടങ്ങളിൽ അല്ലെങ്കിൽ ചെടിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പഴയ കിഴങ്ങുകളൊക്കെ നമുക്ക് എന്താ പറയുക ജീർണിച്ച് പോകാനും അതിനൊക്കെ സഹായിക്കും. അതുപോലെ കുമ്മായം ഉള്ളതുകൊണ്ട് കുമ്മായം നമ്മുടെ മണ്ണിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഗുണം കിട്ടും. ഇപ്പോൾ കുമ്മായവും സൾഫറും രണ്ടായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുമ്മായം ചെയ്തതിന് ശേഷം വളത്തിൻ്റെ കൂട്ടത്തിലേക്ക് സൾഫർ കൊടുത്താലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതുപോലെ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുമ്മായം നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ശേഷം മഴ നന്നായിട്ടുണ്ടെങ്കിൽ അഴുകിലുള്ള തോട്ടങ്ങളാണെങ്കിൽ നമുക്കൊരു 10 അല്ലെങ്കിൽ 12 ദിവസത്തിന് ശേഷം നമുക്കൊരു ഫംഗിസൈഡ് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് COC, പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫോസ്ഫോണിക് ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫനേറ്റ്, അതിൻ്റെ കൂടുതൽ ഹെക്സാകോണസോൾ അല്ലെങ്കിൽ ടെബുക്കോണസോൾ നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം അത് ഒന്ന് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഴുകലിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ അതിലൊരു കോമ്പിനേഷൻ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ COC ഒരു 300 to 400 ഗ്രാം, പിന്നെ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫോസ്ഫോണിക് ആസിഡ് അതാണെങ്കിൽ ഒരു 400 മില്ലി, അതിൻ്റെ കൂട്ടത്തിൽ ഹെക്സാകോണസോൾ ആണെങ്കിൽ 200 മില്ലി. ഇപ്പോൾ ടെബുക്കോണസോൾ ആണെങ്കിൽ നമുക്ക് 100 മില്ലി മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ. ടെബു ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ കോസ്റ്റ് കുറച്ച് കൂടും, ഡ്രം കോസ്റ്റ് കുറച്ചുകൂടി ആവുന്നേ ഉള്ളൂ. കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ടെബുക്കോണസോൾ തന്നെയായിരിക്കും. അത് CS ഫോമിലും SC ഫോമുലേഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ SC ഫോമുലേഷൻ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 ദിവസത്തിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം മഴയൊക്കെ കിട്ടി മണ്ണിലൊരു ഈർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം മഴ കൂടുതലാണെന്നുണ്ടെങ്കിൽ വളം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് വളം ചെയ്യാൻ സാധിക്കുക എന്താണെന്ന് ചോദിച്ചാൽ 10-26 ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 16-16 അതുപോലെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 10-26 ആണെങ്കിൽ ഒരു 150 ഗ്രാം ചെടിക്ക് 10-26, അതുപോലെ തന്നെ പൊട്ടാഷ് ഒരു 75 ഗ്രാം, ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഒരു 50 ഗ്രാം, അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 25 to 30 ഗ്രാമൊക്കെ ഒരു ചെടിക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ ട്രൈക്കണ്ടനോട് ഗ്രാനുവൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഗ്രാനുവൽസ് അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 1-2 മഴയൊക്കെ ലഭിച്ചിട്ടുള്ളൂ, ചെറിയ ഈർപ്പമുള്ളൂ, കൂടുതലായിട്ട് മഴയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡ്രെഞ്ച് ചെയ്യാനും സാധിക്കും. ഇപ്പം നമുക്ക് നൈട്രജൻ കുറവുള്ള ഏതെങ്കിലും MAP അതുപോലുള്ളൊരു കോമ്പിനേഷനൊക്കെ നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ തോട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കുമ്മായൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ തോട്ടങ്ങളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെമറ്റോഡ് വളരെയധികം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു നെമറ്റിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒന്നാണ് വേലം പ്രൈം. അപ്പോൾ വേലം പ്രൈം നമുക്കൊരു 100 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനോടത്ത് ടെബുക്കോണസോളോ അല്ലെങ്കിൽ കാർബൺ ഡാസിയോ 200 ഗ്രാം കാർബൺ ഡാസിയോ ആണെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ടെബുക്കോണസോൾ ആണെങ്കിൽ 100 മില്ലി മതിയാവും. അപ്പോൾ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് കൊടുത്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മാർഷൽ 400 മില്ലി 200 ലിറ്ററിന് അതിനോട് കാർബൺ ഡാസിയം 200 ഗ്രാം മിക്സ് ചെയ്ത് നമുക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ബെറ്റർ റിസൾട്ട് നമ്മുടെ തോട്ടത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ റിസൾട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് വാനിവ ഒരു 20 മില്ലി, അതിൻ്റെ കൂടെ നമുക്ക് കാൽസ്യം ചേർക്കാം. അതുപോലെ തന്നെ ഒരു ഫംഗിസൈഡ് അസോസ്ട്രോബിൻ ടെബുക്കോണസോൾ ചേർക്കാം, അല്ലെങ്കിൽ ടെബുക്കോണസോൾ തന്നെ ചേർക്കാം, അല്ലെങ്കിൽ കാർബൺ ഡാസിയം ചേർക്കാം. എൻ്റെ ഒരു സജഷൻ വെച്ച് കാർബൺ ഡാസിയം നമ്മൾ ഈ പറഞ്ഞ പോലെ നെമറ്റിസൈഡിൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം റിസൾട്ട് ലഭിക്കും. കാരണം ചോട്ടിൽ ഈ കാർബൺ ഡാസിയം നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തുള്ള പല ഫീൽഡുകളിലും വളരെയധികം റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം ഫിഷേറിയത്തിനായാലും പുതിയ വേരുകൾ ഉണ്ടാകുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോമ്പിനേഷനാണ് സാലിബ്രോ നമുക്കൊരു 60 മില്ലി 200 ലിറ്ററിന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏതാണോ തോട്ടങ്ങളിലെ സാഹചര്യം അതനുസരിച്ച് പിന്നെ ആ ഒരു കോസ്റ്റ് കൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.
പിന്നെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടല്ല, കുറച്ചുകൂടെ കോസ്റ്റ് കുറവായിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറി 50 EC ഒരു 300 മില്ലി, 300 to 400 മില്ലി വരെ നമുക്ക് ചേർക്കാം. അത് 200 ലിറ്ററിന് ചേർക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു മിട ഒരു 50 മില്ലിയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നെമറ്റോഡിന് ഒരു പരിധി വരെ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ മീലി ബഗ്സിനും നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുറച്ച് വേര് പുഴുവിനും ചെറിയ ഒരു മൈൽഡ് കണ്ടീഷനാണെങ്കിൽ വേര് പുഴുവിനും ഇത് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു 5 കോമ്പിനേഷന് നമുക്ക് നെമറ്റിസൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് തോട്ടങ്ങളിലെ സാഹചര്യം അനുസരിച്ച് പിന്നെ കോസ്റ്റോടെ കമ്പയർ ചെയ്ത് അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമുക്കിപ്പോൾ ബേസിക്കലി നമ്മൾ ഈ മാസം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴും ചൂട് കൂടുതലായതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് ചൊറിയും തണ്ടുവരപ്പിനും. നമ്മളെല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്. ഇപ്പോൾ ചൊറിയും തണ്ടുവരപ്പിനും എല്ലായിടത്തും കൂടി വരികയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബാക്ടീരിയൽ വിൽറ്റ് തന്നെയാണ്. ഇപ്പം ട്രിപ്സ് വളരെയധികം കൂടി കായലെല്ലാം കട്ട ചൊറിയായിട്ട് വരികയാണ്. അപ്പം കൃത്യമായ ഇടവേളകളിൽ മരുന്നടിക്കാൻ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവുമായിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ. നല്ല മരുന്നുകൾ കറക്റ്റ് ടൈമിങ്ങിൽ, ചിലപ്പോൾ നമുക്ക് ചൂട് കൂടുതലായതുകൊണ്ട് 15 ദിവസം കൂടുമ്പോഴാണെങ്കിലും ഇപ്പം മരുന്ന് അടിക്കേണ്ടി വരും. ചിലപ്പോൾ അത് 25 ദിവസം വരെ നീണ്ടു പോകാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ തോട്ടങ്ങൾ നിരീക്ഷിക്കുക, ആരെയും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ തോട്ടങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണോ അതിൻ്റെ ഒരു അവസ്ഥ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുക. ആദ്യം നമ്മുടെ തോട്ടത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിന് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തോട്ടം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചൊറിക്കും തണ്ടുവരപ്പിനുള്ള മരുന്നുകൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ആവശ്യമുള്ളവർക്കത് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മഴ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലസേചനത്തിന് നല്ല സൗകര്യമുള്ള ആൾക്കാർക്കാണ് ഈ മാസം ചെയ്യേണ്ട രീതികൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയായിട്ട് അല്ലെങ്കിൽ ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട തോട്ടങ്ങളിൽ നമുക്ക് ഈ രീതികൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വെള്ളം കുറവുള്ളതും മഴ കിട്ടാത്തതുമായിട്ട് തോട്ടങ്ങളിൽ ജലത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നനച്ചു കൊടുക്കുക. ഇപ്പോൾ ഒത്തിരി വെയിലടിക്കുന്നിടത്താണെങ്കിൽ നെറ്റ് കെട്ടി കൊടുക്കുക. ഇപ്പം നെറ്റ് കെട്ടി കൊടുക്കാത്ത ഏരിയയിലാണെങ്കിലും ഇപ്പം ഉച്ച കഴിഞ്ഞൊക്കെ അടിക്കുന്ന വെയിലെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ടുള്ള വെയിലാണ്. ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. ടെമ്പറേച്ചർ 30 ഡിഗ്രിക്ക് മേലെയാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നെറ്റ് കെട്ടി കൊടുക്കാത്തടത്ത് ഉറപ്പായിട്ടും നെറ്റ് കെട്ടി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പൊതയിട്ട് കൊടുക്കുക. മണ്ണിൽ ഈർപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മാക്സിമം പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം ഇതുപോലെയുള്ള കൃഷിയുമായിട്ടുള്ള ഏലകൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫീൽഡുകൾ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന താഴെ പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡ് വന്ന് സന്ദർശിക്കുന്നതായിരിക്കും. അപ്പോൾ മുൻപോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.